ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു അന്താരാഷ്ട്ര യുദ്ധക്കളമായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും കടലിടുക്കിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകിയിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടിയും അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകളും ഈ വിഷയത്തെ അതീവ ഗൗരവകരമായ ഒന്നായി മാറ്റിയിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ സമുദ്രഭാഗമാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ലോക വിപണിയിലേക്ക് എത്തണമെങ്കിൽ ഈ കടലിടുക്ക് കടന്നേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയൊരു അസ്വസ്ഥത പോലും ആഗോള ഇന്ധന വിലയിൽ വൻ വർധനവിന് കാരണമാകും. ഇറാന് നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് അമേരിക്ക തങ്ങളുടെ കടുത്ത നിലപാടുകൾ നടപ്പിലാക്കി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകൾക്കും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കർശനമായ നോട്ടീസ് നൽകി തുടങ്ങി. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് ഇറാനുമായി വ്യാപാരം നടത്തുന്നതോ ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുന്നതോ ആയ കപ്പലുകൾ കടലിൽ വെച്ച് തന്നെ പിടിച്ചെടുക്കണമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ ഓരോ കപ്പലിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും തടയാനും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് വൻ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഉപരോധ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി കടുത്ത ഭാഷയിലായിരുന്നു. കടലിടുക്ക് തടയാൻ അമേരിക്കയ്ക്ക് യാതൊരു പ്രായോഗിക ശേഷിയുമില്ലെന്ന് ഇറാൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ പരിഹസിച്ചു.